check whether 3 points are the vertices of a right triangle. 3 ബിന്ദുക്കൾ ഒരു മട്ടത്രികോണത്തിലെ മൂലകളാണോ എന്ന് പരിശോധിക്കുന്ന പ്രശ്നം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കുറിച്ച് അറിയാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇതിൻ്റെ 3 വെർട്ടീസസ് എ ബി സി എന്നെടുത്താൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ വെർട്ടീസസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യുക എന്താണ്, ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഈ 3 വെർട്ടീസസും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വെർട്ടീസസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യുന്ന ഒരു തിയറം ഉണ്ട്. എന്താണ് തിയറത്തിന്റെ പേര്? പൈതഗോറസ് തിയറം. എന്താ പൈതഗോറസ് തിയറം പറയുന്നത്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ. അപ്പം പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് പാദവും ലംബവുമായിട്ട് വരിക, ബേസും ഓൾട്ടിറ്റ്യൂഡായിട്ട് വരിക. ആ ലോങ്ങസ്റ്റ് സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. സോ ഈ ഒരു എ മുകളിലും ബി ഇവിടെയും സി ഇവിടെയും എടുക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് എന്ന് പറയുന്നത് ബി സി സ്ക്വയർ വരും. എ ബി സ്ക്വയർ ആണ് ഓൾട്ടിറ്റ്യൂഡ്, അതെന്താവണം? എ സി സ്ക്വയർ ആകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ 3 വെർട്ടീസസും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വെർട്ടീസസ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ എന്താണ് ചെയ്യുന്നത്? 2 സൈഡ്സിന്റെ സ്ക്വയറിന്റെ സമ്മ് എന്ന് പറയുന്നത് 3ാമത്തെ സൈഡിന്റെ സ്ക്വയർ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് any 2 sides is the square of third side. ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? ആ 3 വെർട്ടീസസും ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വെർട്ടീസസ് ആണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുക 3ാമത്തെ വശത്തിന്റെ വർഗത്തിന് തുല്യമാണെങ്കിൽ തന്നിരിക്കുന്ന 3 മൂലകളും ഒരു മട്ടത്രികോണത്തിന്റെ മൂലകളാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. എയും ബിയും സിയും 3 വെർട്ടീസസ് തന്നിട്ടുണ്ടാവും, അതിന്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ടാവും. നമ്മൾ എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കും. എ ബിയുടെ ലെങ്ത് നമ്മൾ കാണണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കും. ഓക്കെ, എ ബി സ്ക്വയർ കാണണം. അപ്പൊ നമ്മൾ എ ബി കാണുന്നത് റൂട്ട് ഉപയോഗിച്ചിട്ടാണെങ്കിൽ എ ബി സ്ക്വയർ കാണുമ്പോൾ എന്താവും? റൂട്ടിന്റെ സ്ക്വയർ. റൂട്ട് സ്ക്വയർ ഒരുമിച്ച് വന്നാൽ അത് പോകും. എന്ത് കണ്ടാൽ മതി? റൂട്ട് ഒഴിവാക്കിയിട്ടുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അത്തരത്തിലുള്ള പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. Textbook exercise question number 2, page number 146. Prove that by joining the points 2, 1, 3, 4, -3, 6, we get a right triangle. 2, 1, 3, 4, -3, 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഒരു മട്ടത്രികോണം കിട്ടുമെന്ന് തെളിയിക്കും. അപ്പം ഇവിടെ നമുക്ക് റഫായിട്ടൊന്നും ഫിഗർ വരയ്ക്കാൻ പറ്റില്ല, കാരണം ഏതാണ് ഹൈപ്പോട്ടന്യൂസിന്റെ എൻഡ് പോയിന്റ്സ് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ഇത് സാധാരണ കുട്ടികൾ ചെയ്യുമ്പോൾ അവർ കോർഡിനേറ്റ് പ്ലെയിൻ വരയ്ക്കും, എന്നിട്ട് ഈ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യും, അത് ജോയിൻ ചെയ്തിട്ട് അത് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. കാരണം ഈ ക്വസ്റ്റ്യന്റെ ഒരു വായിക്കുമ്പോൾ പ്രൂവ് ദാറ്റ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് എന്ന രീതിയിൽ പറയുമ്പോൾ അവർ ആ പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത് ജോയിൻ ചെയ്യാറുണ്ട്. പക്ഷെ അത് അങ്ങനെ അല്ല ചെയ്യേണ്ടത് ഈ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ നമുക്ക് അതിനു വേണ്ടി ആദ്യത്തെ വേർട്ടെക്സിന് എ എന്ന് പേര് കൊടുക്കാം, 2ാമത്തെ വേർട്ടെക്സിന് ബി എന്ന് പേര് കൊടുക്കാം, 3ാമത്തെ വേർട്ടെക്സിന് സി എന്ന് പേര് കൊടുക്കാം. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ സൈഡ്, അത് എ ബി, അതിൻ്റെ സ്ക്വയർ കാണും. ഓക്കെ, സ്ക്വയർ കാണുക എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഫോർമുലയിൽ റൂട്ട് ഉപയോഗിക്കേണ്ട. ഓക്കെ, ഇനി അല്ലെങ്കിൽ എ ബി ഡിസ്റ്റൻസ് കാണുമ്പോൾ റൂട്ട് ഉപയോഗിച്ച് പിന്നെ സ്ക്വയർ കാണുമ്പോൾ റൂട്ട് പോകും.
സോ എ ബി സ്ക്വയർ എന്ന് എഴുതുമ്പോൾ റൂട്ട് ഉപയോഗിക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? സോ അങ്ങനെയാകുമ്പോൾ 2, 1, 3, 4 എക്സ് കോർഡിനേറ്റ് സെയിം അല്ല, വൈ കോർഡിനേറ്റ് സെയിം അല്ല, ഒരു പോയിന്റ് ഒറിജിൻ അല്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണുമ്പോൾ റൂട്ട് നമ്മൾ ഇടുന്നില്ല, ബിക്കോസ് നമ്മളിവിടെ സ്ക്വയർ ഇട്ടു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യുക? എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കും. 2ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 സോ 1 സ്ക്വയർ പ്ലസ് 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 സോ 3 സ്ക്വയർ. അപ്പൊ 1 സ്ക്വയർ 1, 3 സ്ക്വയർ 9 സോ 1 + 9 10 എന്ന് കിട്ടും. സോ എ ബി സ്ക്വയർ കിട്ടി 10. ഇനി അടുത്ത 2 ബി സി. ബി സി സ്ക്വയർ കാണും, റൂട്ട് ഇടണ്ട. സ്ക്വയർ ഇടുമ്പോൾ നമ്മൾ റൂട്ട് ഇടണ്ട, റൂട്ടിന്റെ സ്ക്വയർ വരുമ്പോൾ അത് പോവുകയാണ്. സോ ഇവിടെ സ്ക്വയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഇടേണ്ട ആവശ്യമില്ല. ഇനി ബിയും സിയും എടുക്കുക. എക്സ് കോർഡിനേറ്റ് സെയിം അല്ല, വൈ കോർഡിനേറ്റ് സെയിം അല്ല, ഒരു പോയിന്റും ഒറിജിൻ അല്ല. സോ ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ ആ 4ാമത്തെ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. റൂട്ട് ഇടുന്നില്ല, ബിക്കോസ് നമ്മളിവിടെ സ്ക്വയർ ഇട്ട് കഴിഞ്ഞു. സോ എക്സ് കോർഡിനേറ്റുകൾ 3ഉം -3 അത് തമ്മിലുള്ള വ്യത്യാസം വലിയ നമ്പറായ 3ൽ നിന്ന് ചെറിയ നമ്പറായ -3 കുറച്ചിട്ട് അതിന്റെ സ്ക്വയർ കാണും. പ്ലസ് 4ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 2 സോ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 - -3 എന്ന് പറയുമ്പോൾ 3 + 3 വരും, അതായത് 6 സ്ക്വയർ എന്ന് വരും. പ്ലസ് 2 സ്ക്വയർ. 6 സ്ക്വയർ എത്രയാണ്? 36. 2 സ്ക്വയർ എത്രയാണ്? 4. 36 + 4 40 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എ ബി കണ്ടു, ബി സി കണ്ടു. ഇനി കാണേണ്ടത് എ സി. എ സി സ്ക്വയർ കാണും. ഓക്കെ, എയും സിയും എടുക്കൂ. നിങ്ങൾക്ക് കാണാം വൈ കോർഡിനേറ്റ് സെയിം അല്ല, എക്സ് കോർഡിനേറ്റ് സെയിം അല്ല, ഒരു പോയിന്റ് ഒറിജിനും അല്ല. സോ നമ്മൾ 4ാമത്തെ ഫോർമുലയെ പോവാ. റൂട്ട് ഇടുന്നില്ല, കാരണം ഇവിടെ സ്ക്വയർ ഇട്ട് കഴിഞ്ഞു. അപ്പൊ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 2ഉം -3. അപ്പൊ വലിയ നമ്പറായ 2ൽ നിന്ന് ചെറിയ നമ്പറായ -3 കുറച്ചിട്ട് അതിന്റെ സ്ക്വയർ കാണും. പ്ലസ് വൈ കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം 1ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5 ആണ്. സോ 5 സ്ക്വയർ. 2 - -3 എന്ന് പറയുമ്പോൾ 2 + 3 വരും, 5 വരും. സോ 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. 5 സ്ക്വയർ 25 ആണ്. 5 സ്ക്വയർ 25 ആണ്. 25ഉം 25ഉം കൂട്ടുമ്പോൾ എന്ത് വരും? 50 വരും. സോ നമുക്ക് കിട്ടിയത് ഒന്നും കൂടി എഴുതാം. എ ബി സ്ക്വയർ 10 കിട്ടി, ബി സി സ്ക്വയർ 40 കിട്ടി, എ സി സ്ക്വയർ 50 കിട്ടി. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഏതെങ്കിലും 2 എണ്ണം കൂട്ടിയാൽ 3ാമത്തത് കിട്ടുമോ? യെസ്, 10ഉം 40ഉം കൂട്ടിയാൽ 50 കിട്ടും. സോ നമുക്ക് എഴുതാം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ്, നമുക്ക് റീസൺ അങ്ങനെ എഴുതാം. 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുക 3ാമത്തെ വശത്തിന്റെ വർഗത്തിന് തുല്യമാണ്. അതുകൊണ്ട് എയും ബിയും സിയും ഒരു മട്ടത്രികോണത്തിന്റെ മൂലകളാണ് എന്ന് പറഞ്ഞ് എഴുതും. ഇത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 sides is equal to the square of third side. ഇത് തന്നെയാണ് നമ്മുടെ പൈതഗോറസ് തിയറം. Third side in bracket you can write Pythagoras theorem. Therefore, A, B, C are vertices of right triangle. അടുത്തൊരു SSLC question. Are the points -3, -1, 2, -1 and 2, 3 the vertices of a right triangle? -3, -3, -1, 2, -1, 2, 3 എന്നീ ബിന്ദുക്കൾ മട്ടത്രികോണത്തിന്റെ മൂലകളാണോ? അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് കാണുമ്പോൾ അപ്പോൾ കണക്ട് ചെയ്യുക എന്ത്? പൈതഗോറസ് തിയറം. അപ്പം നമുക്ക് തന്ന വേർട്ടീസസുകൾക്ക് പേര് കൊടുക്കാം. A -3, -1, B 2, -1, C 2, 3. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എ ബി സ്ക്വയർ ആണ്. ഓക്കെ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ടതിനാണ് നമ്മൾ എ ബി സ്ക്വയർ കാണുന്നത്, ഡിസ്റ്റൻസാ കാണുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ നോക്കുക, എക്സ് കോർഡിനേറ്റ് സെയിം ആണോ? അല്ല. വൈ കോർഡിനേറ്റ് സെയിം ആണോ? ആണ്.
ആണല്ലോ. സോ നമ്മൾ y കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് കാണുക. സോ -3യും 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 2 മൈനസ് -3 ആണ് അതിന്റെ ഡിഫറൻസ്. സ്ക്വയർ കാണണം. അപ്പൊ ഇവിടെ എന്ത് കാണണം? സ്ക്വയർ കാണണം. ഓക്കെ, സാധാരണ രീതിയിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്ക്വയർ കാണാറില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ഇട്ടപ്പോൾ റൈറ്റ് സൈഡിലും സ്ക്വയർ ഇടണം. അപ്പൊ 2 മൈനസ് -3 എന്താ? 2 + 3 5 വരും. 5 സ്ക്വയർ 25. ഓക്കെ, ഇനി നമുക്ക് ബി സി സ്ക്വയർ. ബിയും സിയും നിങ്ങൾക്ക് കാണാം എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ ബിയും സിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വരിക? y കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് 3 മൈനസ് -1 വരും. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചു. സ്ക്വയർ ഇട്ടത് കാരണം ഇവിടെയും സ്ക്വയർ ഇടും. എന്നാൽ റൂട്ട് ഇടുമ്പോൾ സ്ക്വയർ ഇട്ടപ്പോൾ റൂട്ട് അങ്ങ് പോയി. അപ്പോൾ അവിടെ സ്ക്വയർ ഇടേണ്ട ആവശ്യം ഇല്ല. ശ്രദ്ധിക്കുക അത്. സോ 3 മൈനസ് -1 വരുമ്പോൾ 4 വരും. 4 സ്ക്വയർ വരും. 16 വരും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് എ സി സ്ക്വയർ. എയും സിയും ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് കോർഡിനേറ്റ് സെയിം അല്ല, y കോർഡിനേറ്റ് സെയിം അല്ല, ഒരു പോയിന്റും ഒറിജിൻ അല്ല. സോ നമുക്ക് നാലാമത്തെ ഫോർമുലയിലേക്ക് പോകണം. സ്ക്വയർ ഇട്ടത് കാരണം റൂട്ട് ഇടില്ല. ഓക്കെ, ഇനി എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. -3യും 2ഉം തമ്മിലുള്ള വ്യത്യാസം കാണെങ്കിൽ വലിയ നമ്പറായ 2ൽ നിന്ന് ചെറിയ നമ്പർ -3 കുറച്ച് സ്ക്വയർ കാണും. പ്ലസ് ഇനി -1ഉം 3യും തമ്മിലുള്ള വ്യത്യാസം. വലിയ നമ്പറായ 3ൽ നിന്ന് ചെറിയ നമ്പറായ -1 കുറച്ച് സ്ക്വയർ കാണും. ഓക്കെ, ഇനി 2 മൈനസ് -3 വരുമ്പോൾ എന്താ? 5 ആണ്. സോ 5 സ്ക്വയർ പ്ലസ് 3 മൈനസ് -1 എന്താണ്? 4 ആണ്. സോ 4 സ്ക്വയർ. 5 സ്ക്വയർ 25, 4 സ്ക്വയർ 16. 25ഉം 16ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 41 കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്നത് എ ബി സ്ക്വയർ 25 കിട്ടി, ബി സി സ്ക്വയർ 16 കിട്ടി, എ സി സ്ക്വയർ 41 കിട്ടി. ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടിയാൽ മൂന്നാമത്തത് കിട്ടുമോ? യെസ്, 25ഉം 16ഉം കൂട്ടിയാൽ 41 കിട്ടും. അപ്പൊ നമുക്ക് എഴുതാം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. റീസൺ ഒന്നും നീട്ടി വലിച്ച് എഴുതിയില്ലെങ്കിലും സാരല്ല, പൈതഗോറസ് തിയറം എന്ന് എഴുതിയാൽ മതി. Therefore, A, B, C are vertices of right triangle. Problem to check whether 3 points are on the same line. 3 ബിന്ദുക്കൾ ഒരേ വരയിലാണോ എന്ന് പരിശോധിക്കുന്ന പ്രശ്നം. നമുക്ക് 3 വേർട്ടീസസ് തന്നിട്ടുണ്ടാവും, 3 പോയിന്റ്സ് തന്നിട്ടുണ്ടാവും, എ ബി സി എന്ന്. നമുക്ക് ചെക്ക് ചെയ്യണം ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലെ പോയിന്റ്സ് ആണോ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്നു y കോർഡിനേറ്റ്സ് ഒക്കെ സെയിം ആയിട്ടുള്ള പോയിന്റ്സ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലെ പോയിന്റ്സ് ആയിരിക്കും. അതുപോലെ തന്നെ എക്സ് കോർഡിനേറ്റ്സ് ഒക്കെ സെയിം ആയിട്ടുള്ള പോയിന്റ്സ് y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും. എന്നാൽ കോർഡിനേറ്റ് പ്ലെയിനിൽ ഇത്തരത്തില് എക്സ് ആക്സിസിന് പാരലും y ആക്സിസിന് പാരലും ആയ ലൈൻ മാത്രമല്ല ഉള്ളത്, ഇങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ലൈൻസ് വരാം. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു 3 പോയിന്റ്സ് ഒരേ ലൈനിലെ പോയിന്റ്സ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അതിനു വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ എ സി രണ്ടറ്റത്തുള്ള പോയിന്റ്സ് ആയിട്ടും ബി നടുവിലത്തെ പോയിന്റ്സ് ആയിട്ടും എഴുതിയിട്ടുണ്ട്. അപ്പം എ ബി കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ് ബി സിയുടെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കാം. ഈ ഡിസ്റ്റൻസും കൂട്ടിയാൽ എന്ത് കിട്ടണം? എ ടു സിയിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലെ പോയിന്റ്സ് ആണ്. ഇവിടെ ഞാൻ ബി ആണ് നടുവിലത്തെ പോയിന്റ് ആയിട്ട് എടുത്തത്. അപ്പൊ തന്ന ഒരു 3 പോയിന്റ്സ് തന്നാൽ അത് നമ്മൾ കോർഡിനേറ്റ് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജനറൽ ആയിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ഇഫ് 3 പോയിന്റ്സ് ആർ ഓൺ ദ സെയിം ലൈൻ, then among the distances between various pairs of them, the largest must be the sum of the other two. അതായത് 3 പോയിന്റ്സ് എ ബി സി തന്നിട്ടുണ്ടെങ്കിൽ പെയർസ് നമുക്ക് എ ബി ബി സി എ സി എന്ന് എടുക്കാം. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പെയർസ് എന്ന് പറയുമ്പോൾ എ ബി കാണാം, ബി സി കാണാം, എ സി കാണാം. ഏതെങ്കിലും രണ്ടെണ്ണം ആഡ് ചെയ്താൽ മൂന്നാമത്തത് കിട്ടുന്നുണ്ടോ നോക്കാം. അത് ഏതും ആയിക്കോട്ടെ. മൂന്നാമത്തെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന 3 പോയിന്റ്സ് ആർ ഓൺ ദ സെയിം ലൈൻ. ഓക്കെ,
3 ബിന്ദുക്കൾ ഒരേ വരയിലാണ്. അവയിൽ 2 തമ്മിലുള്ള അകലങ്ങളിലെ ഏറ്റവും വലുത് മറ്റു 2 അകലങ്ങളുടെ തുകയായിരിക്കണം. എ ബി സി 3 ബിന്ദുക്കളാണെങ്കിൽ 2 തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എ ബി ബി സി എ സി. സോ 2 ഡിസ്റ്റൻസ് തമ്മിലുള്ള സമ്മ് തുക എന്ന് പറയുന്നത് മൂന്നാമത്തെ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും സിയും ഒരേ വരയിലാണെന്ന്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 144. Are the points with coordinates -1, 2, 3, 5, 9, -3 are on the same line? സൂചക സംഖ്യകൾ -1, 2, 3, 5, 9, -3 ആയ ബിന്ദുക്കൾ ഒരേ വരയിലാണ്. അപ്പൊ തന്നിരിക്കുന്ന പോയിന്റ്സിന് നമുക്ക് പേര് കൊടുക്കാം. A -1, 2, B 3, 5, C 9, -3. സോ നമ്മള് 2 വീതമുള്ള ഡിസ്റ്റൻസ് കാണും. സോ നമുക്ക് ആദ്യം എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണും. എയും ബിയുടെയും കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ്സ് സെയിം അല്ല, വൈ കോർഡിനേറ്റ്സ് സെയിം അല്ല, ഒരു പോയിന്റ് ഒറിജിനും അല്ല. സോ അതിന്റെ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ റൂട്ട് ഇടുക. ഓക്കെ, ഞാനിവിടെ എ ബി സ്ക്വയർ അല്ല കാണുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് രണ്ടും മാറിപ്പോകരുത്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സ്ക്വയർ ആണ് കാണുക. പൈതഗോറസ് തിയറം ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി ആണ് കാണുന്നത്. സോ റൂട്ട് ഇടണം. ഇനി എക്സ് കോർഡിനേറ്റ്സ് -1ഉം 3ഉം അവ തമ്മിലുള്ള വ്യത്യാസം കാണാം. അപ്പൊ വലിയ നമ്പറായ 3യിൽ നിന്ന് ചെറിയ നമ്പർ -1 കുറയ്ക്കുക, അതിന്റെ സ്ക്വയർ കാണാം. പ്ലസ് വൈ കോർഡിനേറ്റ്സ് 2ഉം 5ഉം ആണ്. അവ തമ്മിലുള്ള ഡിഫറൻസ്, നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും വന്നില്ലെങ്കിൽ ഡിഫറൻസ് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. 2ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3. സോ 3 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 3 -1 വരുമ്പോൾ 2ഉം പ്ലസ് ആവും. അപ്പൊ 3 + 1 ആവും. 3 + 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 സ്ക്വയർ വരും. 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 4 സ്ക്വയർ എത്രയാണ്? 16. 3 സ്ക്വയർ എത്രയാണ്? 9. ഓക്കെ, 16ഉം 9ഉം കൂട്ടിയാൽ 25 വരും. √25 എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് എ ബിയുടെ ഡിസ്റ്റൻസ് കണ്ടു. അടുത്ത പെയർ നമുക്ക് ബി സി കാണാം. ബി സി ഇസ് ഈക്വൽ ടു, ഇവിടെയും എക്സ് കോർഡിനേറ്റ് സെയിം അല്ല, വൈ കോർഡിനേറ്റ് സെയിം അല്ല, ഒരു പോയിന്റ് ഒറിജിൻ അല്ല. സോ നാലാമത്തെ ഫോർമുലയിലേക്ക് പോകുന്നു. √, എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കും. 3ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. സോ 6 സ്ക്വയർ. ഇനി വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കും. അതിൽ ഒരു നമ്പർ നെഗറ്റീവ് ആണ്. സോ അങ്ങനെയാകുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ -3 കുറയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിന്റെ സ്ക്വയർ കാണാം. So that is equal to 6 square 36 ആണ്. പ്ലസ് 5 -3 വരുമ്പോൾ 5 + 3 വരും. 5 + 3 എത്രയാണ്? 8 ആണ്. 8 സ്ക്വയർ വരും. 8 സ്ക്വയർ 64 ആണ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ 36ഉം 64ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. √100 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, സോ ബി സി എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് കിട്ടും. ഇനി അടുത്ത പെയർ എന്ന് പറയുന്നത് എ സി ആണ്. സോ ആദ്യം എ ബി കണ്ടു, പിന്നെ ബി സി കണ്ടു, അവസാനം എന്ത് കാണാം? എ സി കാണാം. എ സി ഇസ് ഈക്വൽ ടു എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, എക്സ് കോർഡിനേറ്റ് സെയിം അല്ല, വൈ കോർഡിനേറ്റ് സെയിം അല്ല, ഒരു പോയിന്റ് ഒറിജിൻ അല്ല. സോ നാലാമത്തെ ഫോർമുലയിലേക്ക് പോവുക. സോ അവിടെ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണും. എക്സ് കോർഡിനേറ്റ് ഇവിടെ -1ഉം 9ഉം ആണ്. ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുന്നു, എന്നിട്ട് അതിന്റെ സ്ക്വയർ കാണാം. പ്ലസ് ഇനി വൈ കോർഡിനേറ്റ്സ് 2ഉം -3ഉം ഒന്ന് നെഗറ്റീവ് നമ്പർ ആണ്. സോ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറായ -3 കുറച്ചിട്ട് അതിന്റെ സ്ക്വയർ കാണുന്നു. ഓക്കെ, അപ്പോൾ 9 -1 എന്ന് പറയുമ്പോൾ 9 + 1 വരും. 9 + 1 10 ആണ്. സോ 10 സ്ക്വയർ പ്ലസ് 2 -3 എന്ന് പറയുമ്പോൾ 2 + 3 വരും. 2 + 3 5 ആണ്. 5 സ്ക്വയർ 25. 5 സ്ക്വയർ എന്ന് എഴുതുമ്പോൾ 10 സ്ക്വയർ 100ഉം 5 സ്ക്വയർ 25 ആണ്. സോ നമുക്ക് √125 വരും. ഇതിനെ നമുക്ക് ചെറുതാക്കാം. 125 നമുക്ക് 25 × 5 എന്ന് എഴുതാം. കാരണം ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഓർക്കുക. 4, 9, 16, 25 ഇതിന്റെ ഏതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണോ ഈ തന്നിരിക്കുന്ന നമ്പറിന് എഴുതാൻ പറ്റുക ആ രീതിയിൽ എഴുതാം. അപ്പം 125നെ 25 × 5 എന്ന് എഴുതാൻ പറ്റും. 25ന്റെ റൂട്ട് 5 ആണ്. 5ന്റെ റൂട്ട് √5. സോ നമുക്കിവിടെ എന്തൊക്കെ കിട്ടിയിരിക്കുന്നു? എ ബിയുടെ ലെങ്ത് അറിയാം, ബി സിയുടെ ലെങ്ത് അറിയാം, എ സിയുടെ ലെങ്ത് അറിയാം. എ ബി നമുക്ക് കിട്ടിയത് 5 ആണ്, 5 യൂണിറ്റ്സ് എന്നാണ്. ബി സി നമുക്ക് കിട്ടിയത് 10 യൂണിറ്റ്സ് എന്നാണ്. എ സി നമുക്ക് കിട്ടിയത് 5 √5 യൂണിറ്റ്സ് എന്നാണ്.
അപ്പൊ എയും ബിയും സിയും ഒരേ ലൈനിലാണോ എന്ന് നോക്കാൻ ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടിയാൽ മൂന്നാമത്തത് കിട്ടുമോ നോക്കാം. 5ഉം 10ഉം കൂട്ടിയാൽ 5√5 കിട്ടുമോ? ഇല്ല. 5ഉം 10ഉം കൂട്ടിയാൽ 15 കിട്ടുക. 15ഉം 5√5ഉം സെയിം അല്ല. ഇനി 10ഉം 5√5 കൂട്ടിയാൽ 5 കിട്ടുമോ? ഇല്ല. 5ഉം 5√5 കൂട്ടിയാൽ 10 കിട്ടുമോ? ഇല്ല. സോ രണ്ട് നമ്പേഴ്സ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ നമ്പർ കിട്ടുന്നില്ല. സോ നമുക്ക് എന്ത് പറയാം? ഈ എയും ബിയും സിയും ഒരേ ലൈനിലെ നമ്പേഴ്സ് അല്ല. ദ സം ഓഫ് distances of two pairs of points ABC is not equal to the distance between third pair. Therefore, A, B, C are not on the line, not on the same line. ഒരേ വരയിലല്ല. ഈ സെന്റൻസ് എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: AB പ്ലസ് BC നോട്ട് ഈക്വൽ ടു AC, അല്ലെങ്കിൽ AB പ്ലസ് AC നോട്ട് ഈക്വൽ ടു BC, അല്ലെങ്കിൽ BC പ്ലസ് AC നോട്ട് ഈക്വൽ ടു AB. Therefore, ABC are not on the same line എന്നും ആൻസർ എഴുതാം. SSLCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Prove that the points 1, 3, 2, 5, 3, 7 are on the same line. 1, 3, 2, 5, 3, 7 എന്നീ ബന്ധുക്കൾ ഒരു വരയിലാണെന്ന് തെളിയിക്കുക. സോ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സിന് പേര് കൊടുക്കാം. A13, B25, C37. അങ്ങനെയാണെങ്കിൽ പെയറൊക്കെ AB ഒരു പെയർ, BC ഒരു പെയർ, AC അവസാനത്തെ പെയർ. അപ്പൊ ABയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് അല്ലെ. സോ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1, സോ 1 സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റ്സ് 3ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 2, സോ 2 സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്. റൂട്ട് ഓഫ് 1 പ്ലസ് 4 എത്രയാണ്? റൂട്ട് 5 ആണ്. അപ്പൊ റൂട്ട് 5 എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്തത് BC കാണാം. റൂട്ട് ഓഫ് എക്സ് കോർഡിനേറ്റ്സ് 2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 1, സോ 1 സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റ്സ് 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 2, സോ 2 സ്ക്വയർ. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 1ഉം 4ഉം കൂട്ടിയാൽ 5, അപ്പൊ റൂട്ട് 5 യൂണിറ്റ്സ്. BCയും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് നമുക്ക് കാണേണ്ടത് AC ആണ്. എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ എക്സ് കോർഡിനേറ്റ്സ് 1ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 2, സോ 2 സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റ്സ് 3ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 4, സോ 4 സ്ക്വയർ. ഓക്കെ, 2 സ്ക്വയർ 4 ആണ്, 4 സ്ക്വയർ 16 ആണ്. 4ഉം 16ഉം കൂട്ടിയാൽ റൂട്ട് 20 എന്ന് കിട്ടും. ഇതിനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതണം, എന്നാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. 20നെ ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയറിന്റെ മൾട്ടിപ്ലൈറ്റ് എഴുതാം? 4ന്റെ മൾട്ടിപ്ലൈറ്റ് എഴുതാം. 4 പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. ഓക്കെ, ഇപ്പൊ 4 × 5 എന്ന് എഴുതിയാൽ നമുക്ക് 20 കിട്ടും. 4ന്റെ റൂട്ട് 2 ആണ്, 5ന്റെ റൂട്ട് 5. അപ്പൊ നമുക്ക് 2√5 യൂണിറ്റ്സ് എന്ന് കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നും കൂടി എഴുതാം. ഡിസ്റ്റൻസ് AB നമ്മൾക്ക് കിട്ടിയത് √5 എന്നാണ്. BC നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് √5 എന്നാണ്. AC നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് 2√5 എന്നാണ്. അപ്പൊ നോക്കൂ, ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടിയാൽ മൂന്നാമത്തത് കിട്ടുമെന്ന്. √5ഉം കൂട്ടിയാൽ 2√5 ആണോ? ആണ് അല്ലെ. 2 തവണ √5 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 2√5 ആണ്. സോ നമുക്ക് ഇവിടെ കിട്ടി AB പ്ലസ് BC is equal to AC. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് തന്നിരിക്കുന്ന 3 പോയിന്റ്സും. Therefore, A, B, C are on the same line.